കാസർഗോഡേക്ക് പോവുകയാണ്. കാസർഗോഡ് ബോവിക്കാനത്ത് 10ഓളം പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ആളുകളുടെ മുഖത്തേക്ക് ഉൾപ്പെടെ ചാടിക്കടിക്കുന്ന നായയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അയ്യോ, അതുകൊണ്ട് ചുരിദാറൊക്കെ വലിച്ചു അയ്യോ ചാടിക്കടിക്കുക കേട്ടോ. ബോവിക്കാൻ ടൗണിലാണ് ഈ സാധനം. പട്ടി ഇപ്പൊ ഈ തെരുവുനായ ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന കാര്യം അറിയില്ല. ആ ചേച്ചിയുടെ പിന്നാലെ നടന്ന് കടിക്കാൻ നോക്കുകയാണ് ചേച്ചി. പക്ഷേ വളരെ സധൈര്യം തെരുവുനായ നേരിടുന്നുണ്ട്. മുഖത്ത് അടക്കം കടി കിട്ടിയിട്ടുണ്ടോ എന്ന് ആരും അറിഞ്ഞൂടാ. കടി കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഭാഗ്യം. എന്തായാലും അത് ഈ പറയുന്ന രീതിയിൽ ചാടി ആക്രമിക്കാൻ വിടാതെ ആ തെരുവുനായ വീട്ടമ്മയുടെ ദേഹത്തേക്ക് ചാടി കയറുന്നൊക്കെ ഉണ്ട്. വല്ലാത്ത കഷ്ടമാണ് ഇത്. എത്ര ദൃശ്യങ്ങൾ നമ്മൾ ഒരു ദിവസം നേരത്തെ നിരന്തരം വന്നുകൊണ്ടിരുന്നതാണ്. ഇടയ്ക്കൊരു വളരെ ചെറിയ കാലയളവിൽ അങ്ങനെ ഈ CCTV ദൃശ്യം കാണാനുണ്ടായിരുന്നില്ല. വീണ്ടും നമ്മൾ ഇന്ന് തന്നെ ഞെട്ടിക്കുന്ന 2 തെരുവുനായ ആക്രമണത്തിനാണ്. ഒന്ന് ഈ പള്ളിയിൽ പോയി തിരിച്ചു വന്ന ഒരു 8 വയസ്സുകാരനെ കുഞ്ഞിനോട് നായ ചാടിക്കടിക്കുന്ന ദൃശ്യം, കടിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യം കണ്ടു. ഇവിടെ ഈ ദൃശ്യവും. പ്രദീപ് നാരായണൻ കാസർഗോഡ് നിന്ന് ചേരുകയാണ്. പ്രദീപ്, ഈ ഒരേ നായ തന്നെയാണോ 10 പേരെയും കടിച്ചത്? ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് എത്രത്തോളം ഭീകരമാണ് ഈ അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നുണ്ട്? കാശ്മീർ പ്രവിധ, തീർച്ചയായും ഒരേ നായ തന്നെയാണ് ഈ പ്രദേശത്ത് 10ഓളം പേരെ കടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് 10ഓളം പേർക്ക് തെരുവുനായയുടെ കടി ബോവിക്കാനം ടൗണിൽ വെച്ച് ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും അവിടെ വ്യാപാരം നടത്തുന്ന ആളുകൾക്ക് ഉൾപ്പെടെയാണ് ഇങ്ങനെ കടിയേറ്റിരിക്കുന്നത്. ഈ സ്ത്രീ എന്ന് പറയുന്നത് അവിടെ ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തുന്ന ആളാണ്. അവർ നായയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നായ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നായ വിടാതെ അവരെ പിന്തുടർന്ന മുഖത്തേക്കുൾപ്പെടെ മുഖത്തുൾപ്പെടെ കടിയേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മുഖത്ത് കടിയേറ്റു എന്നാണ് ഹാഷ്മി നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ തന്നെയാണ് അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഇവരിപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. അവിടെ റേഷൻ വ്യാപാരം നടത്തുന്ന ഒരു അച്യുതൻ എന്ന് പറയുന്ന ആളുടെ കാലിന് കടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രദേശത്തൊരു ABC കേന്ദ്രം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്താണ് ഇങ്ങനെ തെരുവുനായകൾ കൂട്ടത്തോടെ പുറത്തിറങ്ങി വരുന്നത്. പ്രദേശത്തൊരു 1500ഓളം കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാലയമുണ്ട്, മദ്രസകളുണ്ട്. അങ്ങനെ രാവിലെ ഉൾപ്പെടെ മദ്രസയിലേക്കടക്കം കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ പ്രദേശത്തുള്ളത്. നമുക്കറിയാം, നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ തെരുവുനായ ഇല്ലാത്തൊരു സ്ഥലം ഇപ്പോൾ എവിടെയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബോവിക്കാനത്തുൾപ്പെടെ നിരവധി തെരുവുനായ്ക്കളാണ് അലഞ്ഞു തിരിയുന്നത്. ഇവരെ ABC കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി വന്ധ്യീകരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നായകൾ പെറ്റുപെരുകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്നാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന സാഹചര്യം വളരെ ഭയാനകമാണ്. നായകൾ ചാടി മുഖത്തേക്കുൾപ്പെടെ കടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ആളുകൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഹാഷ്മി, പ്രവിധ. എന്തായാലും ഭീകരമായ ദൃശ്യങ്ങളാണ്. ചേച്ചി പ്രതിരോധിക്കുന്നുണ്ട് നായയെ. പക്ഷെ എന്തുകൊണ്ടാലും മുഖത്ത് കടിയേറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് യാതൊരു പ്രകോപനമില്ലാതെ നേരെ ചാർജ് ചെയ്ത് എന്നാ പേടിപ്പിച്ച പോവും അതുമില്ല. ചെരുപ്പെടുത്ത് അടുക്കി നോക്കേണ്ടത് പോകുന്നുമില്ല. വട്ടം കൂടി കടിക്കുകയാണ്. അത്രയധികം പ്രതിരോധിച്ചിട്ട് നായ ഇങ്ങനെ കടിക്കുന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ നായകൾ ഏത് രീതിയിലായിരിക്കും ആക്രമിക്കുക? ഭീകര സാഹചര്യമാണ്. ഭീകര സാഹചര്യം